ഒരു കമ്പനിയിലേക്ക് അപ്ലിക്കേഷൻ അയക്കുന്ന ഉടനെ നമ്മളെ റിക്രൂട്ട് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. ഇത് LPSC എന്ന് പറയുന്ന ISROയുടെ LPSCയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലെറ്ററാണ്. സോ ഇതിൽ അപ്രന്റീസ്ഷിപ്പാണ് 8050 രൂപയാണ് മന്ത്ലി സ്റ്റൈപ്പൻഡ്. പക്ഷേ തുടർ പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ സ്റ്റൈപ്പൻഡ് എനിക്കൊരു ഒരു മാസം കിട്ടുന്നത് 7000 രൂപയാണ്. സോ നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ IT കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ, ട്രെയിനികളാണ് മെസ്സേജ് ചെയ്യുന്നത് അപ്രന്റീസ്ഷിപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫ്രഷറായിട്ട് പോലും ഒരു ജോലി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്ര സ്ഥാപനങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ് അടുത്തായിട്ട്, അപ്രന്റീസ്ഷിപ്പ് ഫെബ്രുവരിയിലാണ് കഴിയുന്നത്. അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് ഒരു 6-ലാണ് കഴിഞ്ഞെങ്കിൽ 15-ാം തീയതിയോട് കൂടിയിട്ട് എനിക്ക് തൃശ്ശൂർ ഒരു കമ്പനിയിൽ നിന്നും പിന്നെ എറണാകുളം ഒരു കമ്പനിയിൽ നിന്നുമൊക്കെ എനിക്ക് മെസ്സേജ് വരികയുണ്ടായി, അല്ലെങ്കിൽ കോൾ വരികയുണ്ടായി ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സോ പക്ഷേ ഞാൻ അതിലേക്കൊക്കെ ആപ്ലിക്കേഷൻ അയച്ചത് അറൗണ്ട് 8 മാസം മുമ്പ്, അല്ലെങ്കിൽ 10 മാസം മുമ്പ്, 12 മാസം മുമ്പൊക്കെ ആയിരിക്കും. ഒരു കമ്പനിയിലേക്ക് അപ്ലിക്കേഷൻ അയക്കുന്ന ഉടനെ നമ്മളെ റിക്രൂട്ട് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. അവിടെ ഒഴിവ് വരുന്ന ഒരു സമയത്തായിരിക്കാം നമുക്ക് അതിലേക്കുള്ള ക്ഷണം ലഭിക്കുന്നുണ്ടാവുക. പിന്നീട് നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി, നമ്മളൊരു ഫ്രഷർ ആയിരിക്കുമ്പോൾ ഉള്ള സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 10,000-മോ 12,000-മോ 13,000-മോ ഒക്കെ തന്നെ ആയിരിക്കാം കേരളത്തെ സംബന്ധിച്ച്. അതിൽ കൂടുതലേക്ക് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് 25,000 30,000-ത്തിലേക്കുള്ള സങ്കല്പങ്ങൾ പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു ജോലി കണ്ടെത്താൻ സാധിക്കില്ല. കാരണം അത് വളരെ പ്രയാസകരമാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് അത്രയും ഉയർന്നൊരു സാലറിയിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ, ഈവൻ 5 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും തന്നെ പ്രൈവറ്റ് മേഖലയിൽ അത്തരത്തിലുള്ള വലിയൊരു സാലറി ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ഫ്രഷർ ആയിരിക്കുമ്പോൾ നമ്മൾ 15,000-ത്തിനുള്ളിലുള്ള ഒരു സാലറിയിൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകം ആണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന സാലറിയിലുള്ള അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പോകാനും നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറെടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ എന്തുതന്നെയായിരുന്നാലും കുറച്ചധികം ട്രേഡുകൾക്ക് ISRO അടക്കമുള്ള സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥാപനങ്ങളിലേക്ക് ടെക്നീഷ്യൻ B എന്ന് പറയുന്ന പെർമനന്റ് പോസ്റ്റുകളുണ്ട്. അതിലേക്ക് തയ്യാറെടുക്കാൻ സാധിക്കുന്നവർക്ക് അതിൽ തയ്യാറെടുക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി കുറേയധികം ട്രേഡുകൾക്ക് നല്ല നല്ല അവസരങ്ങൾ വരാറുണ്ട്. അതിൽ തയ്യാറെടുക്കുന്നവർക്ക് അങ്ങനെയുള്ള എക്സാമുകൾക്കും തയ്യാറെടുക്കാം. കാരണം ഇൻ കേരള ഗവൺമെൻറ് ജോബാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ITI കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച്, മറ്റ് കോഴ്സുകളുടെ കാര്യമല്ല, ITI കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച്. അതല്ല എന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലും അത്യാവശ്യം നല്ല സാലറിയിൽ ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം. ഓക്കെ. സോ എന്തായിരുന്നാലും ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ITI കഴിഞ്ഞ ഉടൻ തന്നെ ജോലി ഇല്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആപ്ലിക്കേഷനുകൾ അയക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരമാവധി കമ്പനികളിലേക്കും, അത് അപ്രന്റീസ്ഷിപ്പ് ആയിക്കോട്ടെ, അതല്ലാതെ ഫ്രഷർ ജോലി ആയിക്കോട്ടെ. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർക്കുക, ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത്. നിലവിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ജോബുകളിലേക്കൊന്നും അപ്രന്റീസ്ഷിപ്പിന് ശേഷം ഞാൻ പോയിട്ടില്ല. കാരണം ഓൾറെഡി കേരള PSCയുടെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് ഇതുവരെയും ആയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിലേക്ക് ഞാൻ നിലവിൽ ഫോക്കസ് ചെയ്യുന്നത് പുതിയൊരു സ്കിൽ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രോസസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുക. ITI ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, ഏത് കോഴ്സ് കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ നേടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. അത് നമ്മുടെ കരിയറിൽ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രസ് ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, ഇതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെയും അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക. ഓൾറെഡി അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട്, അത് ഇൻഫോം ചെയ്യണം എന്നുള്ള കാര്യം. സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോവുക. സോ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല കരിയർ ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.